Hello everyone, welcome back. This is Niranjana here from Leo Tales. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ജ്വല്ലറി ഹോളാണ്. ഇന്നിപ്പോൾ ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് വന്നിരിക്കുകയാണ്. കാരണം ഞാൻ ലെൻസാണ് പൊതുവെ ഉപയോഗിക്കുക. എനിക്ക് പവറുണ്ട്, പക്ഷേ കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷൻ, അപ്പം ഇങ്ങനെ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ലെൻസ് വെക്കുന്നത് ഫീസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കണ്ണാടി വെച്ച് വന്നിരിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് ചെറിയൊരു റിഫ്ലക്ഷൻ അടിക്കും ഫ്രം ദ വിൻഡോ. ഞാൻ മാക്സിമം ഇങ്ങോട്ട് നോക്കാൻ ട്രൈ ചെയ്യാം, ബട്ട് ദാറ്റ്സ് ദെറ്റ്. പ്ലീസ് ബെയർ വിത്ത് മീ ഫോർ ടുഡേ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജ്വല്ലറി ഹോളാണ്. ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന കമ്മൽ, മോതിരങ്ങൾ, ബ്രേസ്ലെറ്റ്സ്, അങ്ങനത്തെ ജ്വല്ലറി ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നോട്ട് അറ്റ് ഓൾ എക്സ്പെൻസീവ്. ഇന്നത്തെ എല്ലാ ജ്വല്ലറി പീസസും 250 റുപ്പീസിന് താഴെ ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്, ബട്ട് ഗുഡ് ക്വാളിറ്റി പീസസ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രോഡക്റ്റ് ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ആൻഡ് പ്രോഡക്റ്റ് കാണിക്കുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ റിവ്യൂവും എൻ്റെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഞാൻ കുറച്ച് ഉപയോഗിച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്, സോ ദാറ്റ് ഐ ക്യാൻ ഷെയർ മൈ ഓണസ്റ്റ് റിവ്യൂസ് വിത്ത് യു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് വണ്ട ഈ ഇയറിങ്സ് ആണ്. നല്ല പ്രിറ്റിയാണ് കാണാനായിട്ട്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണിത്. സോ ഫോട്ടോ കണ്ടപ്പോൾ ഇങ്ങനെ വെള്ളം പോലെയൊക്കെ തോന്നി, ലൈക്ക് ഇങ്ങനെ വെള്ളം തിളങ്ങുന്നത് പോലെ, മാർബിൾ പോലെയൊക്കെ തോന്നി. കണ്ടപ്പോഴും അത്ര തന്നെ പ്രിറ്റിയായിരുന്നു. ലൈറ്റ് വെയിറ്റ് ആണ്. കംഫർട്ടബിളി ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഇടാം. ഇതിൻ്റെ വേറെ കളർ കോമ്പിനേഷൻസ് അല്ല, വേറെ കുറച്ച് ഡിസൈൻസ് ഞാൻ കണ്ടു, ബട്ട് ഐ തിങ്ക് ദിസ് കളർ കോമ്പിനേഷൻ ഇസ് റിയലി പ്രിറ്റി ദാറ്റ് വേ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ഡ്രസ്സുമായിട്ടൊക്കെ ഇത് സ്യൂട്ട് ചെയ്യും. ഇത് ഞാൻ വാലന്റൈൻസ് ടൈമിൽ വാങ്ങിയതാണ്. സം ഓഫ് ദം വെയർ ഗിഫ്റ്റഡ് ബൈ മൈ ഹസ്ബൻഡ് ഓൾസോ വാലന്റൈൻസ് ടൈമിൽ. ബട്ട് ഹാർട്ട് ആണെങ്കിലും ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഈ റിവേഴ്സ് പോലെയാണല്ലോ, ബ്ലൂ സ്റ്റോൺ വൈറ്റ് ഹാർട്ട്, വൈറ്റ് സ്റ്റോൺ ബ്ലൂ ഹാർട്ട്. സോ ഐ ലൈക്ക് ദറ്റ് ഉൾട്ട ഡിസൈൻ ഫോർ ദിസ് വൺ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് one and I'm definitely not returning this. I love this piece, so pretty. പിന്നെ സെറ്റ് ഓഫ് 2 ഇയറിങ്സ്. ഇത് രണ്ടും കൂടെ 300 റുപ്പീസാണ്. പെയറായിട്ടാണ് വരിക. പിങ്ക് ഒരു ഫ്ലോറൽ ആൻഡ് ഒരു യെല്ലോ. ഇത് ആക്ച്വലി വെബ്സൈറ്റിൽ കണ്ടതെന്തോ അത് തന്നെയാണ് കിട്ടിയത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, പക്ഷേ വെബ്സൈറ്റിലെ ഫോട്ടോയേക്കാൾ പ്രിറ്റിയാണ്. ഒരുതരം ബ്ലാക്ക് മെറ്റൽ പോലെയാണ് അതിൻ്റെ കളറ്. ആൻഡ് ആ യെല്ലോ സ്റ്റോണൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ആ ഫ്ലവർ, ആ പിങ്ക് ആണെങ്കിലും, പിങ്ക് ഒരു ഷൈനി സ്റ്റോണും യെല്ലോ ഒരു ഒപ്പേക്ക് സ്റ്റോണുമാണ്. ദിസ് ഹൗ ഇറ്റ് ലുക്സ്. ഈ സ്റ്റഡ് വേണ്ട എന്നാൽ ഡ്രോപ്സും വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഇത് കറക്റ്റാണ്. ഇച്ചിരി ഇങ്ങനെ ഇറങ്ങി തൂങ്ങി നിൽക്കും, എന്നാൽ ഹെവി അല്ല. സെക്കൻഡ് സ്റ്റാൻഡേർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ ആയിട്ട് തന്നെയാണ്. ബട്ട് ഇറ്റ്സ് വെരി പ്രിറ്റി. യെല്ലോയും അതുപോലെ തന്നെ. യെല്ലോ ആക്ച്വലി സ്റ്റോൺ ഇങ്ങനെ ഫിക്സ്ഡ് അല്ല. ഇപ്പോൾ പിങ്കിലാണെങ്കിൽ ആ ഫ്ലവർ ഫിക്സ്ഡ് ആണ്. യെല്ലോയിൽ ഈ താഴത്തെ ആ ഭാഗം ഇങ്ങനെ നമുക്ക് കുറച്ച് അടിക്കളിക്കാം, ജിംകി പോലെ. ബട്ട് ഇറ്റ്സ് സൂപ്പർ ക്യൂട്ട് ആൻഡ് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ കളർ. ആ സൈസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും കുറവാണ്. കാഷ്വൽ, കംഫർട്ടബിൾ, എവറി ഡേ വെയർ കൈൻഡ് ഓഫ് കമ്മൽ. ഐ ലവ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ദിസ്. സോ ഇത് ഞാൻ 1-2 വർഷമായിട്ട് ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ജസ്റ്റ് ഡിൻ പിക്ക് ഇറ്റ്. പക്ഷേ ഇത്താണ് ഐ തോട്ട് ഓക്കെ ഇനഫ് ഇസ് ഇനഫ്, ഐ എം ഗോണ പിക്ക് ഇറ്റ്. എൻ്റെ കാർട്ടിൽ ഇങ്ങനെ 2 ഇയേഴ്സ് ആയിട്ട് കിടന്നതാണ്. ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഏറെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഐ ലവ് ദ കളർ കോമ്പിനേഷൻ. ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, മുകളിലോട്ടും താഴോട്ടും ലീഫ് സ്ട്രക്ചർ. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ, സോ കംഫർട്ടബിൾ ടു വെയർ. ഐ ലവ് ദിസ് വൺ. പിന്നെ ഇത് വാലന്റൈൻസ് ടൈം ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തൊരു കമ്മലാണ്. ഇതിനകത്ത് എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റ് പോലെയൊക്കെ, അത് വൈറ്റ് സ്റ്റോൺസ് ഉണ്ട്, അല്ലാതെ ആ ഗ്രീൻ കളർ ഒരു പെയിൻറ്റ്, അതുപോലെ ഫ്ലവർ ആണെങ്കിലും ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര ചീപ്പ് ടാക്കി ലുക്കേ അല്ല. ഹാർട്ട് ആണെങ്കിൽ തന്നെയും അത് ഭയങ്കര ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടപ്പോൾ. ആൻഡ് ഇറ്റ്സ് സോ കംഫർട്ടബിൾ ടു വെയർ ഓൾസോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇടാനായിട്ട്. ആൻഡ് ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ തന്നെയും മാച്ച് ചെയ്യും. ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും. സോ ക്യൂട്ട്. എസ്പെഷ്യലി ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതിനൊപ്പം തന്നെ പിക്ക് ചെയ്ത മറ്റൊരു കമ്മൽ ഇതാണ്. ഇത് കമ്മലും അതിൻ്റെ മോതിരവും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങുക. മോതിരത്തിന് 170 സംതിങ് ആണ്. സോ ഞാനത് രണ്ടും അങ്ങ് വാങ്ങി ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ്. ദിസ് ഇസ് ഹൗ ദി ഇയറിങ്സ് ലുക്ക്. ഇത് സ്റ്റഡ് തന്നെയാണ്, പക്ഷെ ഇച്ചിരി ഇറങ്ങിക്കിടക്കും. ആൻഡ് ആ പെയിൻ്റ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ആ ഇടയ്ക്കുള്ള ആ ഗോൾഡൻ ലൈൻസും നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും വളരെ ഒരു സേഫ് ഓപ്ഷനാണ്. വോയില എന്നുള്ള ഈ ബ്രാൻഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കളക്ഷൻ ഉണ്ട് ആമസോണിൽ. ഇതാണ് റിങ്. റിങ് കുറച്ച് ഫാൻസിയാണ്. നോട്ട് ടു ബിഗ്, നോട്ട് ടു സ്മോൾ ഈതർ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. അഡ്ജസ്റ്റബിൾ റിങ് ആണ്. സോ ഒബ്വിയസ്ലി ദാറ്റ് ഇസ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഒന്നിച്ചിടണമെന്നില്ല, ഒന്നിച്ചിട്ടാൽ ഇറ്റ്സ് ക്യൂട്ട്. പക്ഷേ അതല്ലെങ്കിലും ജസ്റ്റ് ഒരു റിങ് മാത്രമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തോന്നി. ഫോർ ദ പ്രൈസ് ദ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ആ സ്റ്റോൺ വരുന്നില്ല മോതിരത്തിൽ, അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ബട്ട് ദെൻ ദാറ്റ്സ് ഓക്കെ ഐ ഗെസ്. ഓവറോൾ ദിസ് ഇസ് റിയലി ക്യൂട്ട്. കുറച്ച് ടീനി വൈബ്സ് ആണ്, ആസ് ഇൻ ടീനേജ് വൈബ്സ്, ബട്ട് എനി വൺ ക്യാൻ വെയർ ഇറ്റ്. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ബ്ലൂ ഐ ആണ്. കണ്ണുകെട്ടലിലൊന്നും വിശ്വാസമുണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാമെന്ന് തോന്നി. ലൈറ്റ് വെയിറ്റ് ആയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തായാലും ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇതും ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഇറങ്ങിക്കിടക്കും. ടിപ്പിക്കൽ സ്റ്റഡ് പോലെയല്ല,
വേറെ കളേഴ്സിലൊന്നും അവൈലബിൾ അല്ല, ബ്ലൂ ഐ ആയതുകൊണ്ട്. കുറച്ച് ട്രഡീഷണൽ ലുക്കാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കുറച്ച് മോഡേൺ ലുക്കുമാണ്. ഏത് ജീൻസിൻ്റെ കൂടെയൊക്കെ തന്നെ കംഫർട്ടബിളി ഇടാവുന്ന ഒരു ഇയറിങ്സ് ആണ്. കാണുമ്പം അത്യാവശ്യം ഫാൻസിയുമാണ്, വെരി ലൈറ്റ് വെയ്റ്റ്. പിന്നെ ഞാനിപ്പോൾ റെഗുലർലി ഓഫീസിൽ വിടുന്ന ഒരു കമ്മലാണ്, എസ്റ്റെലോ എന്നൊരു ബ്രാൻഡാണ്. കണ്ടതെന്തോ അത് തന്നെയാണ് കിട്ടിയത്. ഈ ഗ്രീൻ കളർ ഫിക്സ്ഡ് അല്ല, ഇങ്ങനെ മൂവ് ചെയ്യും, ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ സ്റ്റോൺ. ഇതും ഇപ്പം മാല ഇട്ടിട്ട് വലിയ കമ്മലിടാൻ ഇഷ്ടമല്ല, എന്നാൽ സ്റ്റഡും വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഒരു മാലയോടൊപ്പം തന്നെ കിട്ടാലും ഭംഗിയായിട്ട് കിടക്കും. വെരി വെരി ലൈറ്റ് വെയ്റ്റ്, ആൻഡ് ആ ഡ്രസ്സിൻ്റെ കളറൊക്കെ കോൺട്രാസ്റ്റ് ചെയ്തിടാനായിട്ട് നല്ല ഭംഗിയാണ്. ഒറ്റ കളറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ട് 2-3 മാസമായി. ഇറ്റ്സ് ഗോയിങ് റിയലി ഗുഡ്. അതിനോടൊപ്പം തന്നെ ഞാൻ എസ്റ്റിലൂടെ വാങ്ങിയ വേറൊരു കമ്മൽ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റഡിൻ്റെ അവിടെ ഗോൾഡനും താഴോട്ടിങ്ങനെ ടെക്സ്ചേർഡ് പാറ്റേണിൽ ഷെല്ല് പോലെ വരുന്ന ഒരു സിൽവർ കളറാണ്. വെരി പ്രിറ്റി, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ഡ്രസ്സസിൻ്റെ കൂടെ ആണ്, പർട്ടിക്കുലർ കളർ അല്ലാത്തതുകൊണ്ട് കുറേ ഉടുപ്പുകളുടെ കൂടെ പോവും. ആൻഡ് ഇറ്റ്സ് റിയലി ലൈറ്റ് വെയ്റ്റ്. അപ്പം ഇതൊക്കെ പോണിയായിട്ട് മുടി കെട്ടിവെച്ചാലും നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന കമ്മലുകളാണ്. അതെല്ലാം മുടി അഴിച്ചിട്ടാലും ഇറ്റ്സ് സ്റ്റിൽ വെരി ബ്യൂട്ടിഫുൾ. ഒരു ടിപ്പിക്കൽ സ്റ്റൈലല്ല. ആൻഡ് പ്രൈസിങ് വരുന്നത് 150 ആ റേഞ്ച് എന്തോ ആണ്. ഇറ്റ് ഈസ് റിയലി പ്രിറ്റി ആൻഡ് വെരി ലൈറ്റ് വെയ്റ്റ് ഓൾസോ. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഓഫീസ് വെയർ ആയിട്ടിരുന്ന കമ്മലാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് പോകൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ 3-4 റിങ്സ്, അല്ല 2-3 റിങ്സ്. ഒരു റിങ് ഞാൻ ഓൾറെഡി കാണിച്ചു, ഹാർട്ടാണ്. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ഇതാണ്. എനിക്കിപ്പം കുറച്ച് ഫാൻസി ലുക്കുള്ള റിങ്ങുകളാണ് ഇഷ്ടം. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ 2 വിരലിൻ്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് തോന്നുക. ഐ ലൈക്ക് ദാറ്റ് ഫാൻസി ലുക്ക് ആക്ച്വലി. ദിസ് ഇസ് ഹൗ യു വെയർ ഇറ്റ്. ആൻഡ് കളേഴ്സ് ഇപ്പോൾ ഗ്രീനും പർപ്പിളും ഒക്കെ ആണെങ്കിലും നമുക്ക് പല ഡ്രസ്സിൻ്റെ കൂടെ ഇടാം, കാരണം കളർ അത്ര പ്രോമിനൻ്റ് ആയിട്ട് അറിയത്തില്ല. നല്ല സ്റ്റൈലിഷാണ്. വാച്ച് കെട്ടിയിട്ടിടാം, അതല്ല കയ്യിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറി പോലെ ഇടാവുന്നതാണ്. എൻ്റെ കൈ അത്യാവശ്യം വലിയ വിരലുകളാണ്, സോ അഡ്ജസ്റ്റബിൾ. ഞാൻ ഇച്ചിരി വലുതാക്കിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഏത് വിരൽ വേണമെങ്കിലും ഇടാം, ആൻഡ് ഇറ്റ് ഇസ് വെരി സ്റ്റൈലിഷ്. ഇതേ ബ്രാൻഡിൻ്റെ തന്നെ അഡ്ജസ്റ്റബിളിൻ്റെ മറ്റൊരു മോഡൽ, ഒരു പിങ്ക് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഈ വോയിലയുടെ ബെൻസീൻ കളക്ഷനിൽ വരുന്നതാണ്. ഇത് താഴെയാണ് അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ക്യൂട്ട് റൈറ്റ്? എനിക്ക് മോതിരങ്ങൾ പണ്ടേ ഒരു ഹരമാണ്. ഐ ഹാഡ് ടു ഗെറ്റ് ദിസ് വൺ. ഐ തിങ്ക് ദിസ് ഇസ് ക്വൈറ്റ് ലവ്ലി. പിക്ചറിൽ കണ്ടതിനേക്കാൾ ക്വാളിറ്റിയാണ് ഇതിനെല്ലാം. ദാറ്റ് ഇസ് വാട്ട് ഐ ലവ് ദ മോസ്റ്റ് അബൌട്ട് ദിസ് ബ്രാൻഡ് ഓൾസോ. വെരി മച്ച് വാല്യൂ ഫോർ മണി, ആൻഡ് ഇറ്റ് ലുക്സ് സൂപ്പർ സ്റ്റൈലിഷ്. ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പം കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ അഫോർഡബിളുമാണ്, ഗുഡ് ക്വാളിറ്റിയുമാണ്. അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. ഈ ഡിസൈനിൽ 3 സാധനങ്ങൾ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇസ് ദിസ് റിങ്, ഞാൻ ഓൾറെഡി കാണിച്ചു. പിന്നെ അതേ ഡിസൈനിൽ തന്നെ എൻ്റെ കമ്മലും, അതേ ഡിസൈനിൽ അതിൻ്റെ ബ്രേസ്ലെറ്റ്. മാലയുണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ലായിരുന്നു. സോ ദിസ് ഇസ് ലൈക്ക് ഒരു സെറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. റിങ് ഞാൻ ഓൾറെഡി കാണിച്ചു. ദ ബ്രേസ്ലെറ്റ് ഇസ് ഓൾസോ ലൈക്ക് റിയലി ക്യൂട്ട്. ഭയങ്കര ഡെയിൻറ്റിയാണ്. വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യാം. ഓർ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഭയങ്കര എലഗൻ്റ് ആണ്. ഇതിനകത്ത് കളേഴ്സ് വരുന്നത് ഗ്രീനും പർപ്പിളും ഒക്കെ ആണെങ്കിലും ദൂരെ നോക്കി ആക്ച്വലി ആ കളേഴ്സ് അങ്ങനെ എടുത്ത് കാണത്തില്ല. ഞാൻ ഹുക്ക് ചെയ്തിട്ടില്ല തൽക്കാലം. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇറ്റ്സ് ആക്ച്വലി റിയലി സട്ടിൽ ആൻഡ് റിയലി ക്യൂട്ട്. റിസ്റ്റ് സൈസ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് കിടക്കും, അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട്. ആൻഡ് വോയിലയുടെ ഇങ്ങനത്തെ ഈ ബെൻസീൻ കാറ്റഗറി പെടുന്ന ജ്വല്ലറിയുടെ ക്വാളിറ്റി ഈസ് യൂഷ്വലി വെരി ഗുഡ്. എനിക്കിഷ്ടമാണ്. സോ ഐ ലൈക്ക് ഇറ്റ്. ഇത് പെയറായിട്ട് തന്നെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അങ്ങനെ ഉപയോഗിക്കാനുള്ള ചാൻസ് കുറവാണ്. പൊതുവെ ഞാൻ അങ്ങനെ മാലയും കമ്മലും വളയും എല്ലാം മാച്ചായിട്ട് ഉപയോഗിക്കാറില്ല. ഇയറിങ്സ് ഐ തിങ്ക് ആസ് ഓഫ് നൗ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷേ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു. ഞാൻ ലിങ്ക് എന്തായാലും കൊടുത്തിരിക്കാം. ദിസ് ഇസ് ഹൗ ദ ഇയറിങ്സ് ലുക്ക്. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഷേപ്സ്, ടിപ്പിക്കലിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഷേപ്സ് ഒക്കെ വരുന്ന ഇഷ്ടമാണ്. ഐ ലൈക്ക് ദാറ്റ് 1 2 3 4 5 6 ഹെക്സഗൺ ഷേപ്പ് ആൻഡ് നോട്ട് വെരി സ്മോൾ ഓൾസോ. ഇത് കുറച്ച് മുതിർന്നവർക്കും അല്ല കുറച്ച് ടീൻസിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. സ്റ്റഡ് ബട്ട് സ്റ്റിൽ വെരി ക്യൂട്ട്. സോ അതും ആ റിങ്ങും ഒക്കെ കൂടി ഇങ്ങനെ പെയർ ചെയ്തിടുമ്പം ഐ തിങ്ക് ഇറ്റ് ലുക്സ് റിയലി നൈസ് അല്ലേ? ബ്രേസ്ലെറ്റും കൂട്ടി ഞാൻ ഓവർ ആക്കുന്നില്ല. പിന്നെ ഐ ഹാവ് ദിസ് സെറ്റ് ഓഫ് ജ്വല്ലറി. ഇത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് ഇയർ മിഡൊക്കെ ആയപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ക്വൈറ്റ് റാൻഡംലി. ഇറ്റ്സ് എ സെറ്റ് ഓഫ് 12 കമ്മൽ. ഇവിടുത്തെ കമ്മൽ ഏതാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാനിത് ഇങ്ങനെ ഡെയിലി വെയർ പോലെ ഉപയോഗിക്കുന്നതാണ്. സോ അത് ഞാൻ ഫോട്ടോ ഉറപ്പായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാം. ഇത് ആക്ച്വലി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിസ് കംസ് വിത്ത് ഈ 12 പെയർ ഓഫ് കമ്മൽ ആൻഡ് ഈ അടപ്പ്, ഈ കേസ് ഉൾപ്പെടെയാണ്, ജ്വല്ലറി കേസ് ഉൾപ്പെടെയാണ് വരുന്നത്. ദ കോസ്റ്റ് ഓഫ് ദിസ് എൻറ്റയർ തിങ് ഇസ് 1000 rupees. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് 12 കമ്മലിനും എല്ലാത്തിനും കുറിച്ച് അത്രയല്ലേ പ്രൈസുള്ളൂ, ഒരു ക്വാളിറ്റി ഒന്നും കാണില്ല എന്ന് വിചാരിച്ചു. ബട്ട് ടു മൈ സർപ്രൈസ് ദ ക്വാളിറ്റി ഹാസ് ബീൻ റിയലി ഗുഡ്. പേർപ്പിൾ കളർ ഉണ്ട്,
പച്ചയുണ്ട്, ബ്ലൂവിൽ തന്നെ 2 ഡിസൈൻ ഉണ്ട്. ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്മലുകൾ ഇതൊക്കെയാണ്. ഇതിലെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആന, യെസ്, എലിഫൻറ്റ് എൻ്റെ ബാഗിൽ കിടപ്പുണ്ട്. ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം ഇട്ടുകൊണ്ട് പോയ കമ്മലാണ്, ആനയാണത്. ആന ഇസ് എ ടിപ്പിക്കൽ ഡിസൈൻ, ബട്ട് യാ ഇസ് ക്യൂട്ട്. സോ ഈ ഒരു പ്രൈസിന് ഈ സെറ്റ് ഓഫ് കമ്മൽസ് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. ഇതൊക്കെ നല്ല വൃത്തിയാണ് കാണാനായിട്ട്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ വിൽ റെക്കമെൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ബഞ്ച് ഓഫ് കമ്മലുകൾ വിച്ച് ആർ ഓഫ് ഗുഡ് ക്വാളിറ്റി. മെറ്റൽ കാതിലിട്ടിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു സെറ്റായിട്ട് തന്നെ കൊണ്ട് നടക്കുകയും ചെയ്യാം. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം ആമസോൺ. So that's it for today's video. I hope you guys liked it. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ഇന്ന് കാണിച്ച പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. You can check that out. So we will meet again with another video. Until then, take care. Bye-bye.